ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ ഇടിവ്. സെൻസെക്സ് 2400 പോയിന്റ് ഇടിഞ്ഞു. നിഫ്റ്റിയിലും വൻ തകർച്ചയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് രേണുക പങ്കുവയ്ക്കും. രേണുക, പശ്ചിമേഷ്യയിലെ ഇറാനെതിരായ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണമാണോ ഇന്ത്യൻ വിപണിയെയും ബാധിച്ചിരിക്കുന്നത്? വലിയ തകർച്ച സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെൻസെക്സ് 2400 പോയിന്റ് ഇടിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കടന്നാക്രമണം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണിയെയും ബാധിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇവിടെ കഴിയാതെ പോകുന്നു എന്നതാണ് ഇന്ത്യൻ വിപണി ഇടിയാൻ കാരണമായിരിക്കുന്നത്. വിദേശ നിക്ഷേപകർ പ്രധാനമായും അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നു. അതുമാത്രമല്ല, രൂപയുടെ മൂല്യം ഡോളറിനെതിരെ വലിയ തോതിൽ ഇടിഞ്ഞു പോകുന്നത്, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവിലേക്കൊക്കെ പോകുന്നത് ഇന്ത്യൻ വിപണിയെ സാരമായി ബാധിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രേണുക ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രേണുക, യുദ്ധം, പശ്ചിമേഷ്യയിലെ ഇറാന് നേരെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും യുദ്ധം തന്നെയാണോ ഇന്ത്യൻ വിപണിയെയും സാരമായി ബാധിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും മനു, ഒരുപക്ഷെ 10 മാസത്തെ അല്ലെങ്കിൽ 10 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ സെൻസെക്സിൽ വലിയ കുത്തനെ ഉള്ള ഇടിവ് കാണപ്പെടുന്നത്. ഒരുപക്ഷെ ഓഹരി വിപണി ഏറ്റവും വലിയ 2022 ശേഷം ഏറ്റവും വലിയ ഇടിവിലേക്കാണ് ഓഹരി വിപണി കൂപ്പുകുത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇറാനെതിരെ US-ഇസ്രായേൽ സഖ്യത്തിൻ്റെ കടന്നാക്രമണം അല്ലെങ്കിൽ ഒരു യുദ്ധ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വലിയ ഒരു ഇടിവ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ക്രൂഡ് ഓയിൽ ഏകദേശം $117 നിലവിൽ അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്കായി അല്ലെങ്കിൽ അമേരിക്കയുടെ വിപണനം $117 ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വിപണനം നടന്നുകൊണ്ടിരിക്കുന്നത്. 2022 ശേഷം ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം പോലും $65-67 ക്രൂഡ് ഓയിലിൻ്റെ നിലവാരം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഇത്തരത്തിൽ ട്രംപിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കടന്നാക്രമണം, ആ കടന്നാക്രമണം മൂലം ഹോർമൂസ് കടലിടക്കടക്കം അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ എണ്ണയുടെ വ്യാപാരം നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ആ കടലിടക്കടക്കം അടച്ച സാഹചര്യത്തിൽ ഇത്തരത്തിൽ അത് തുറന്നാൽ മാത്രമേ ഈ എണ്ണ വ്യാപാരം, ക്രൂഡ് ഓയിലിൻ്റെ വ്യാപാരം സുഗമമാവുകയുള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിപണിയെ പോലും ബാധിച്ചിരിക്കുന്നത്. ഇന്ത്യയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ എണ്ണ ആവശ്യകതയുടെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഹോർമൂസ് കടലിടക്കം അടച്ച് ഇത്തരത്തിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം തുടർന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരൊക്കെ വലിയ വാദം മുന്നോട്ട് വെക്കുന്നത് എണ്ണ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പാചകവാതകമെല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, എണ്ണ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളൊരു വാദമൊക്കെ കേന്ദ്ര സർക്കാർ വെക്കുന്നുണ്ടെങ്കിലും, മോദി സർക്കാർ വെക്കുന്നുണ്ടെങ്കിലും വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇന്ത്യ രാജ്യത്തടക്കമുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ അടക്കമുള്ള എണ്ണ വ്യാപാരം പോകുന്നത് എന്നുള്ള വസ്തുതയാണ് മനു നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മനു സൂചിപ്പിച്ചതുപോലെ വലിയ വിദേശ നിക്ഷേപകർ യുദ്ധസമാനമായ ഈ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ വലിയ നിക്ഷേപകരെല്ലാം ഇത്തരത്തിൽ നിക്ഷേപങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ള വലിയ സാഹചര്യം കൂടി നിലനിൽക്കേണ്ടതുണ്ട്. ഈ യുദ്ധസമാനമായ സാഹചര്യം, ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും നടക്കുന്ന വലിയ കടന്നാക്രമണം അമേരിക്കയുടെ നേതൃത്വത്തിൽ തുടർന്നു കഴിഞ്ഞാൽ ഈ എണ്ണയുടെ ഭൂരിഭാഗവും കൈവശം വയ്ക്കുന്ന അമേരിക്ക ഇത്തരത്തിൽ കടലിടുക്കുകൾ അടച്ചിട്ട് കഴിഞ്ഞാൽ വലിയ നിലയിലേക്ക് ഓഹരി വിപണി കൂപ്പുകുത്തുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ ഇടിവുണ്ടാകുന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെൻസെക്സ് 2400 പോയിന്റ് ഇടിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ നിഫ്റ്റിയിലും വലിയ തകർച്ചയുണ്ടായിരിക്കുന്നു. യുദ്ധം തന്നെയാണ് ഏറ്റവും പ്രധാനമായും നമ്മുടെ ഓഹരി വിപണിയെ ബാധിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ യുദ്ധസമാനമായ സാഹചര്യം വരുമ്പോൾ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു പോകുന്നതും ഓഹരി വിപണിയിലെ ഈ ഇടിവിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. കാരണം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഓരോ ദിവസം ചെല്ലുന്തോറും റെക്കോർഡ് തലങ്ങളിലാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഓഹരി വിപണിയിൽ. 2400 പോയിന്റ് ഇടിഞ്ഞിരിക്കുന്നു സെൻസെക്സ് എന്ന് പറയുന്ന ഓഹരി സൂചിക. ഒപ്പം തന്നെ ആഭ്യന്തര സൂചിക നിഫ്റ്റിയും വലിയ തോതിൽ ഇടിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ഓഹരി വിപണിയിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്.